കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും. രാഷ്ട്രീയ പ്രേരിതമായി കേസെടുത്തു എന്നാരോപിച്ചാകും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക. അതേസമയം പി ജയരാജനെതിരായ കേസ് RSS കോൺഗ്രസ് ഗൂഢാലോചനയാണെന്ന പ്രസ്താവന പുറപ്പെടുവിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനാണ് പി ജയരാജന്റെ തീരുമാനം. തലശ്ശേരി സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ ആകും അപേക്ഷ സമർപ്പിക്കുക. അതേസമയം പി ജയരാജന് പിന്തുണയുമായി പിണറായി വിജയന് പിന്നാലെ VS അച്യുതാനന്ദനും രംഗത്തെത്തി. CBI നടപടി പ്രതിഷേധാർഹമാണെന്നും CPIഎമ്മിനെതിരെയുള്ള RSS കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും VS പറഞ്ഞു. 3 ദിവസം മുമ്പ് വരെ പി ജയരാജൻ പ്രതിയല്ലെന്ന് പറഞ്ഞ CBI പെട്ടെന്ന് മലക്കം മറിഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പി ജയരാജൻ വധശ്രമ കേസിൽ BJP RSS പ്രവർത്തകർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തലശ്ശേരിയിൽ പറഞ്ഞു. പി ജയരാജൻ വധശ്രമത്തിലുള്ള വൈരാഗ്യമാണ് RSS നേതാവ് മനോജിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന CBI വാദത്തിന് കടകവിരുദ്ധമായിരുന്നു കുമ്മനത്തിന്റെ പ്രസ്താവന. എന്ത് വേണമെങ്കിലും കെട്ടുകഥകളും നുണക്കഥകളും പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ആളുകൾക്കുണ്ടല്ലോ. അങ്ങനെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. RSS നടത്തിയിട്ടില്ല, BJP നടത്തിയിട്ടില്ല. പി ജയരാജനെ പ്രതി ചേർത്തതിനെതിരെ ഇന്ന് വൈകിട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലും CPIഎം പ്രതിഷേധ സംഗമം നടത്തും. ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലയിൽ പോലീസ് അതീവ ജാഗ്രതയിലാണ്. CBIയുടെ നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കണ്ണൂരിൽ CPIഎം പൂർത്തിയാക്കി കഴിഞ്ഞു. അറസ്റ്റ് ഒഴിവാക്കാനായിരിക്കും CPIഎം മുൻഗണന നൽകുക. ക്യാമറാമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.